കുട്ടികളാരും ഇത് അസംബിൾ ചെയ്യാൻ ശ്രമിക്കരുത്. മുതിർന്നവരുടെ ഹെൽപ്പോട് കൂടി മാത്രമേ അസംബിൾ ചെയ്യാവൂ. ഫയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മളിത് ചെയ്തേക്കുന്നത് ഫുൾ പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷം മാത്രമാണ്. ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇത് റിമോട്ട് കൺട്രോൾഡ് മൊബൈൽ റോക്കറ്റ് ലോഞ്ചറിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മളത് മൊബൈൽ യൂണിറ്റിനകത്ത് ഫിക്സ് ചെയ്യുന്നതും പിന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നേരിട്ട് സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ പോയാൽ പോലെ എന്തിനാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നതെന്ന് പലർക്കും ഒരു ഡൗട്ട് വരാം. അതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിൽ വരും. അപ്പോൾ റെക്കമെൻഡേഷനിൽ വരുമ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണാത്ത നേരിട്ട് സെക്കൻഡ് പാർട്ട് കാണുന്ന പലരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് തോന്നും ഈ വീഡിയോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ഇതാണ് ഒരു ആമുഖം എന്നൊക്കെ പറയൂലേ, അതാണ് ഇത് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും, ഓക്കെ ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ഇലക്ട്രോണിക്സ് പാർട്ടുകളെല്ലാം അസംബ്ലിങ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ മൊബിലിറ്റി യൂണിറ്റാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ അസംബിൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി ചോദിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്, ആൻഡ് ആൾസോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് പോകുന്നത്. മൊബിലിറ്റി യൂണിറ്റിൽ അസംബിൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇനി നോക്കാം. മൊബൈൽ ലോഞ്ചറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാറാണ്. ഇതൊരു റിമോട്ട് കൺട്രോൾ കാറാണ്. റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റിമോട്ട് കൺട്രോൾ കാറാണ്. ഇത് ഞാൻ ചീപ്പായിട്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 3 ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഞാനിപ്പം ഇതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. ഇത് ഫോർവേഡാണ്, ഇത് ബാക്ക്വേഡാണ്, ദെൻ ഇത് ലെഫ്റ്റാണ്. കണ്ട, ലെഫ്റ്റ് പ്രസ് ചെയ്യുമ്പം റൈറ്റ് മൂവ് ചെയ്യണം. കണ്ട, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇത് 3 ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണം. 1.5 ബാറ്ററി. തുറക്കാനൊക്കെ ഭയങ്കര പാടാണ്. ചീപ്പ് സാധനം ആയതുകൊണ്ടാണ്. ഇത്തിരി ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നല്ലത് കിട്ടുന്നത്. ഇത് വേറെ ഇതാണ്, ചാർജബിളാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ആ ബാറ്ററിയൊക്കെ പോയി, കടലിൽ ഇരുന്നിരുന്നു ഇതായത്. അങ്ങനെ 3 ബാറ്ററിയിലാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ 3 ബാറ്ററി തട്ടിക്കളഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ലിഥിയം അയോൺ ബാറ്ററി, ഇത് 3.7 വോൾട്ട്, ഇത് 4.5 വോൾട്ട്. പക്ഷേ ഇത് 4.5 വോൾട്ടിൽ മാത്രമല്ല, ഇത് 1.2 വോൾട്ടിൻ്റെ നിക്കൽ കാഡ്മിയം ബാറ്ററി ആയിരുന്നു ഇതിൻ്റെ കൂടെ ഇരുന്നത്. അപ്പോൾ അത് പോയി. അപ്പം നിക്കൽ കാഡ്മിയം ബാറ്ററി വരുമ്പോൾ 3.6 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ 3.7 വോൾട്ടിൽ സുഖമായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പം ഈ ബാറ്ററി എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഈ ബാറ്ററി ഇതിനകത്ത് ഫിറ്റ് ചെയ്യില്ല. നമ്മുടെ ഫയറിംഗ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് 3.7 വോൾട്ടില്ല. അതേ ബാറ്ററി തന്നെ ഞാൻ ഇതിനകത്തും കൂടെ പിടിച്ച് കണക്ട് ചെയ്യും. അപ്പം ഇത് മൂവും ചെയ്യും, ആ റിസീവർ സർക്യൂട്ട് വർക്കും ചെയ്യും. പിന്നെ ഉള്ളത് ഈ റോക്കറ്റ് എവിടെയെങ്കിലും മൗണ്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടി ഇതേപോലത്തെ ആ റോക്കറ്റ് മൗണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു 4 കുഴലെടുത്തിട്ടുണ്ടേ. ഇത് പഴയ കുഴലാണ്. ഇത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഡയമീറ്റർ. ഇത് തന്നെ ഭയങ്കര വലിയ ഡയമീറ്ററാണ്. ഇത്രയും ഡയമീറ്ററൊന്നും വേണ്ട ഇതിന്, വളരെ കുഞ്ഞ് ഡയമീറ്റർ വരുന്നത്. കാരണം എൻ്റെ തമ്പുമായിട്ടുള്ള ആ സ്കെയിലിൽ നിങ്ങൾക്ക് കാണാമല്ലോ അതിൻ്റെ ഡയമീറ്റർ. ഇത്രയും ഒന്നും വേണ്ട. ആ റോക്കറ്റിൻ്റെ ആ ബാക്കിലത്തെ ഒരു സാധനം ഇല്ലേ, കമ്പ്, അത് ഇതിനകത്തോട്ട് ഇറങ്ങി നിൽക്കണം. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഈ 4 സാധനം ഞാൻ ഇത് ബാറ്ററി ഓക്കെ ഇല്ലെങ്കിൽ എൻ്റെ ബാറ്ററി തീർന്നു. പിന്നെ ഉള്ളത്, കാരണം അനാവശ്യമായിട്ട് കുറേ LEDs ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ആ LED ഒക്കെ കുട്ടികൾക്ക് നല്ലതായിരിക്കും, പക്ഷെ നമുക്കത് ആവശ്യമില്ല. കാരണം അത് നമുക്ക് പറ്റുമെങ്കിൽ വലിച്ച് ഊരിയിട്ട് ആ LED കണക്ഷൻ മാറ്റിയിടാം. ഓക്കെ, ഇതിലോട്ട് വരാം. അപ്പം ഞാൻ ഈ കാറിൻ്റെ മുകളിൽ ഒരു കാർബോർഡ് ഇത് വയ്ക്കും. കാർബോർഡ് വെച്ചുള്ളതോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് വയ്ക്കും. എന്നിട്ട് ഇതുപോലത്തെ ഷീറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും. ഇത് ഫിറ്റ് നല്ല ഉറപ്പിച്ചൊന്നും വെക്കണ്ട, നമുക്കതിന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് തന്നെ ഒട്ടിക്കാം. അപ്പോൾ ഇതങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിൻ്റെ 4 മൂലയിലും ഞാൻ റോക്കറ്റിൻ്റെ ഈ ഒരു സാധനം ഫിറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ പ്ലാൻ, 4 മറ്റൊരു ഞാനത് ഇത് മുഴുവൻ ആ പ്ലാറ്റ്ഫോമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടേ. ഞാനൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഫിറ്റ് ചെയ്തത്. ആദ്യം വിചാരിച്ച് MC യൂസ് ചെയ്യേണ്ടി വരുമെന്ന്. പിന്നീട് ഞാനൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഫിറ്റ് ചെയ്തു. ഗ്ലൂ ഗൺ മതിയാവും, നല്ല സ്ട്രെങ്ത് ഉണ്ട്. കാരണം ഇത് മൾട്ടിവുഡാണ്. ആ മൾട്ടിവുഡിൽ ഗ്ലൂ ഗൺ ഒട്ടിച്ചപ്പോൾ നല്ല സ്ട്രെങ്തിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അനങ്ങുന്നില്ല, കാരണം നമുക്കത് മതി. നമ്മുടെ ഇത് എങ്ങനെയാണ് ഉറച്ചിരിക്കണം. അതായത് നമ്മുടെ മൊബൈൽ കാർ മൂവ് ചെയ്യുമ്പോൾ ഇതൊന്നും അനങ്ങാൻ പാടില്ല. കാരണം അങ്ങനെ ഞാൻ കറക്റ്റായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മൾ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റിനയാണേ. ഇതിൻ്റെ ചുമ്മാ ഒരു കോപ്പർ
പ്ലേറ്റിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പവർ സപ്ലൈ നമുക്ക് ഇത് ചെയ്യണമെന്ന്. ഏത് നമ്മൾ ട്രാൻസ്മിറ്ററിൻ്റെ അതേ 3.7 വോൾട്ടേജ് തന്നെ കണക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ട്രാൻസ്മിറ്ററിലോട്ടുള്ള പവർ സപ്ലൈ നമുക്ക് ഇത് വഴി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വേറെ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ, ഇത് ബ്ലാക്ക് കളർ. അതെ, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഈ രണ്ട് സെക്ഷനിൽ നിന്നും നമ്മൾ ഓരോ വയർ എടുക്കും. അതായത് ബാറ്ററിയുടെ ടെർമിനലിൽ വയർ എടുക്കും. എന്നിട്ട് അപ്പം ഇതിൻ്റെ സ്വിച്ച് ഇത് കണ്ട, സ്വിച്ച് ഇതൊരു സ്വിച്ചാണ്. ഇതിനകത്തൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, കാണാമല്ലോ അല്ലേ? അതായത് ആ ഓൺ ഓഫ് സ്വിച്ച് വഴി തന്നെ പോകും. ഇത് ഓഫ് ചെയ്താൽ ഇത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതിനുണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്താൽ ഇവിടെ നിന്ന് ഓരോ വയർ അങ്ങ് എടുക്കാം. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടേ ഈ വയർ. ഇവിടെ ഇതിനൊരു ചാർജിങ് വേണം. എത്തിക്കൂടെ ചാർജിങ് പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് 1.5 ഇതിന് 1.2 വോൾട്ടേജ് ആയിരുന്നു ഇതിനകത്ത് കിടന്നത്, അതിൻ്റെ ചാർജിങ് പോർട്ട്. അപ്പോൾ ആ ചാർജിങ് പോർട്ടിന് പാരലായിട്ടാണ് പിടിച്ച് കൊടുത്തേക്കണം അവർ ബാറ്ററിക്ക്. ഈ ഇതിന്ന് വരുന്ന കറണ്ട് ഇതിൻ്റെ എൻഡിൽ പാരലായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ കണക്ഷൻ എടുത്ത് കാണാമല്ലോ അല്ലേ? അപ്പം കണക്ഷൻ ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല, ഇതിനെ അടച്ചു വയ്ക്കാം. ഓക്കെ, ഈ വയർ ഓക്കെ ഇതിനകത്തൊന്നും തട്ടാത്ത രീതിയിൽ പുറത്തെടുക്കണം. ഞാനതിൻ്റെ വയർ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്, ആ ഹോൾ വഴി അങ്ങ് പുറത്തെടുത്തു മുകളിൽ കൂടെ. അപ്പോൾ ഇനി ഒരിടത്തും ടച്ച് ചെയ്യില്ല, ഇതിൻ്റെ ഓപ്പറേഷനെ ഒന്നും അത് ബാധിക്കുകയില്ല. ഇനി നമുക്ക് ഇഗ്നിഷൻ കോയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാണ് നൈക്രോം വയർ, അല്ലെങ്കിൽ നിക്രോം വയർ എന്ന് പറയാറുണ്ട്. കാരണം ഇതെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ഇതാണ്. കാരണം ഇതിന് ഗേജുണ്ട്. ഞാനിത് എത്ര ഗേജാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 24 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 24 ഗേജാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടാ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഫിലമെൻറ്റ് ചൂടാകും. നന്നായിട്ട് ചുട്ട് വഴുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 7.2 വോൾട്ടേജിൽ കണക്ട് ചെയ്യാം. ഇതേ ലെങ്തിൽ 4 പീസും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. 4 ഫിലമെൻറ്റും ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഓൾമോസ്റ്റ് ഒരേ ഇത് തന്നെയാണ് വന്നേക്കണത്, ഒരേ ലെങ്തിൽ തന്നെയാണ് ഞാൻ ചുറ്റിയെടുത്തേക്കണത്. ടെസ്റ്റ് ചെയ്തില്ല, ഇത് ഈ ഒരെണ്ണം മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഈ കറുത്തിരിക്കണ മാത്രം കാണാം. ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാത്തത് കാണാം. ഇതെല്ലാം നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കണം. ഇത് മാത്രം ഒരല്പം ഗ്രേ കളറിലിരിക്കുന്നത്. കാരണം ഇത് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്തോളൂ, ബാക്കിയൊന്നും ടെസ്റ്റ് ചെയ്യില്ല. വർക്ക് ചെയ്യും, ഞാൻ സെപ്പറേറ്റ് ടെസ്റ്റിംഗ് തന്നെ. കാരണം ടെസ്റ്റ് ചെയ്യാത്തതിൻ്റെയൊക്കെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇത് ഉപയോഗിച്ച് ഇതിനകത്തിന് വയറിടണം. വയറിട്ട് നമ്മൾ റിലേയിലോട്ട് കണക്ട് ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഈ ഫിലമെൻറ്റ് വയ്ക്കുന്നത് ഇവിടെ ഇങ്ങനെ വയ്ക്കും. കാരണം റോക്കറ്റിൻ്റെ ആ ടോപ്പ് ഭാഗമല്ലേ, ഇവിടെ ഒന്ന് തട്ടി നിൽക്കും. ഇതിൻ്റെ ഫിലമെൻറ്റ് ഇങ്ങനെ വെളിയിലോട്ട് ചാടി നിൽക്കും, അതായത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തും, ഇങ്ങനെ. അത് നമുക്ക് ആലോചിക്കാം എങ്ങനെയാണെന്ന്. കാരണം ഇതിങ്ങനെ ഫിലമെൻറ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കും, ഫയർ ആവും പോവും. പക്ഷേ ഇത് ഫയർ ആവുമ്പം ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് നല്ല പ്രഷറിലാണ് അതിനകത്തുനിന്ന്, ആ റോക്കറ്റിൻ്റെ എൻജിനകത്തുനിന്ന് ഫയർ വരണത്. അപ്പോൾ അത് ഇതിനെ തട്ടി തെറിപ്പിച്ച് കളയും. അത്രയ്ക്ക് പ്രഷർ കാണും. ന്യൂട്ടൺസ് ലാ ആണല്ലോ, 3rd law. അപ്പോൾ ഇതന്നെ തട്ടിത്തരും. അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ നമ്മളിവിടെ കൊടുക്കണം. അതായത് ഫിലമെൻ്റ് ഒരു ദൂരം വഴി ആയിരിക്കണം ഇതിനകത്തോട്ട് കൊടുക്കേണ്ടത്. മാത്രമല്ല ഇവിടെ ഒരു പ്രൊട്ടക്ഷനും കൂടെ കൊടുക്കണം. ബാക്കിയുള്ളത് നമ്മൾ നോക്കണം, ഇവിടെ മാത്രം മതി. ഈ ഫിലമെൻറ്റിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ഇത്. അതും കൂടെ ഞാനത് ചെയ്തിട്ട് കാണിച്ചു തരാം എന്താണ് ഞാൻ ചെയ്യാൻ പോകണമെന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇഗ്നിഷൻ കോയിൽ. കണ്ടോ, ഞാനിത് ഒരു വയറിട്ട് കണക്ട് ചെയ്തെടുത്തത്. എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കില്ലേ, ഐസ്ക്രീം സ്റ്റിക്കിനകത്ത് ഈ വയർ വെച്ചിട്ട് നൂലിട്ട് കെട്ടിയിട്ട് സൂപ്പർ വിസിട്ട് ഒട്ടിച്ചു. ജസ്റ്റ് 2 ഡ്രോപ്പ്. അപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് ഇരിപ്പുണ്ട്, അനങ്ങൂല. ഇത്രയേ ഉള്ളൂ. 4 എണ്ണത്തിലും അത് തന്നെ. ഞാൻ ഫുൾ ഐസ്ക്രീം സ്റ്റിക്കല്ല, ഒരു ഐസ്ക്രീം സ്റ്റിക്കിനെ 3ആയിട്ട് മുറിച്ചിട്ട് ഞാൻ 1 by 1 ആയിട്ട് ഇത് ചെയ്തു. പിന്നെ ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നൈക്രോം വയർ. നൈക്രോം വയറിനകത്ത് സോൾഡർ ഒട്ടില്ല. പിന്നെ ഇവിടെ സോൾഡർ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നൈക്രോം വയറിൻ്റെ ഈ വയറില്ലേ, ഈ വയർ ഇത്തിരി നീളത്തിനടുത്ത് ചുറ്റിയിട്ട് ഈ നൈക്രോം വയറിനെ വളച്ച് മുകളിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്നും കൂടെ ചുറ്റിയിട്ട് ലെഡ് വെച്ച് ഫ്ലക്സ് തേച്ച് ലെഡിലങ്ങ് മുക്കി. അപ്പം ഈ വയർ ഇനി അനങ്ങൂല.
അപ്പം ഒരിക്കലും ഇത് വലിച്ചാലും ഈ നൈക്രോം വയറിങ് ഇളകി വരില്ല. കാരണം വെച്ചാൽ അവൻ സ്റ്റിഫായിട്ടിരിപ്പുണ്ട്. നൈക്രോം വയറിനകത്ത് ഒട്ടില്ല, പക്ഷേ ഇതിന് ചുറ്റിനുള്ള സാധനം ഇങ്ങനെ വളഞ്ഞിരിപ്പുണ്ട്. വളഞ്ഞ് ഇതിൻ്റെ ഇടയിലോട്ട് കയറിയിരിക്കുന്നുണ്ട്. ഒരിക്കലും ഇത് ഇളവില്ല ഒരിക്കലും. അപ്പം അങ്ങനെയാണ് ഇത് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കണത്. ഇനി ഇതിനെ നമുക്ക് മിസൈൽ ട്യൂബിനകത്ത് ഫിക്സ് ചെയ്യണം. ഞാൻ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഫിറ്റ് ചെയ്തു കേട്ടോ. ഇലക്ട്രോണിക്സ് പാർട്ടുകളെല്ലാം ബാറ്ററി ഉൾപ്പെടെ ഉള്ളത് ആ ബേസ് പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലാണ് ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത്, സ്വിച്ചും എല്ലാം. പിന്നെ അതിൻ്റെ മുകളിൽ, അതായത് മിസൈൽ ഫിക്സ് ചെയ്തില്ലേ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കാർബോർഡ് ഇതും വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും റോക്കറ്റിൽ നിന്ന് വരുന്ന ഫയർ താഴത്തെ നമ്മുടെ ഇലക്ട്രോണിക് പാർട്ടുകളിലൊന്നും എത്താൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പേപ്പറിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ആ പേപ്പറിൻ്റെ ഇത് ഫയർ വരില്ല, അവിടെ അത്രയും സൂപ്പർ വിസിറ്റ് അങ്ങ് ഒട്ടിച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. എന്നിട്ട് ആ സെപ്പറേഷൻ വെച്ചേക്കുന്നത്, അത് മൾട്ടിവുഡ് വെച്ചാണ് ഞാൻ ആ സെപ്പറേഷൻ വെച്ചേക്കുന്നത്. അതിന് എന്താണെന്ന് വെച്ചാൽ ഒരു റോക്കറ്റ് ഫയർ ആകുമ്പോൾ മറ്റേ റോക്കറ്റ് ഫയർ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെപ്പറേഷൻ വെച്ചേക്കണത്. നിങ്ങൾക്ക് കാണാം മിസൈൽ ട്യൂബിൻ്റെ തൊട്ടപ്പുറത്ത് ഞാനൊരു ഹോൾ ഇട്ടേക്കണം. ആ ഹോൾ വഴിയാണ് നമ്മളെ റോക്കറ്റിൻ്റെ ഫിലമെൻറ്റ് താഴെ ഇഗ്നിഷൻ കോയിലിൽ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും കാരണം ഈ വെള്ള പാർട്ട് കാണണ്ട, വെള്ള കളർ, അതെന്ന് വെച്ചാൽ സൂപ്പർ വിസിറ്റ് ഒട്ടിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഈ മിസൈലിൻ്റെ ഫയർ, ഇതൊരു പേപ്പറല്ലേ, അത് കത്താതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സൂപ്പർ വിസിറ്റ് ജസ്റ്റ് ഒന്ന് തേച്ചേക്കുക. ഇഗ്നിഷൻ കോയിൽ എങ്ങനെയാണ് മിസൈൽ ട്യൂബിൽ ഫിക്സ് ചെയ്തേക്കണമെന്നാണ് കാണിച്ചേക്കുന്നത്. അതിനകത്ത് ആ ഹോള് കണ്ട, ആ ഹോള് വഴിയാണ് റോക്കറ്റിൻ്റെ ഫിലമെൻറ്റ് വരുന്നത്. അത് ഈ നമ്മുടെ ഇഗ്നിഷൻ കോയിൽ ടച്ച് ചെയ്ത് നിൽക്കും. പിന്നെ ഈ ഇഗ്നിഷൻ കോയിൽ ഫിക്സ് ചെയ്തേക്കുന്നത് ഗ്ലൂ സ്റ്റിക്ക് ഇട്ടാണേ, അത് മതിയാവും. അത്രയ്ക്ക് ചൂടൊന്നും ഇങ്ങോട്ട് വരില്ല. റോക്കറ്റിൽ നിന്ന് വരുന്ന 99% ഫയർ മുകളിലത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ ബ്ലോക്ക് ആവും. പിന്നെ 1-2 സ്പാർക്ക് മാത്രമേ ഈ ഹോൾ വഴി താഴോട്ട് വന്നാലായി, പക്ഷെ വരില്ല. അത് മാക്സിമം അവിടെ തന്നെ ബ്ലോക്കായി നിൽക്കും. അതുകൊണ്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാത്രമല്ല ഇഗ്നിഷൻ കോയിൽ മിസൈൽ ട്യൂബിൽ നിന്ന് വെളിയിലോട്ട് മാറിയാണ് നിൽക്കണം. അത് ഹോള് കണ്ട, ആ ഹോൾ ഇത്തിരി വെളിയിലോട്ട് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഇഗ്നിഷൻ കോയിൽ അതിൻ്റെ ജസ്റ്റ് താഴെ. അപ്പോൾ ഒരിക്കലും ഈ ചൂട് ഒരിക്കലും ഈ മിസൈൽ ട്യൂബിലോ ഒന്നും കിട്ടില്ല. റിലേ ഒക്കെ കണ്ടോ, താഴത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ ഗ്ലൂ സ്റ്റിക്ക് ഇട്ടാണ് വെച്ചേക്കുന്നത്. ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഒരിക്കലും മുകളിലത്തെ ഫയറൊന്നും ഇൻ കേസ് ആ ഹോൾ വഴി വന്നാലും ഇതിനകത്തൊന്നും ടച്ച് ചെയ്യില്ല. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. പിന്നെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. 2 ബാറ്ററി ലെഫ്റ്റ് സൈഡിലും 2 ബാറ്ററി റൈറ്റ് സൈഡിലും. അതുകൊണ്ട് തന്നെ കാർ ഒരു സൈഡിൽ വെയിറ്റ് കൂടുതൽ അങ്ങനെയൊന്നും ഇല്ല. കാരണം ഹൈലി ബാലൻസ്ഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് ഇഗ്നിഷൻ്റെ ബാറ്ററിയാണ് ഈ കണക്ട് ചെയ്തേക്കുന്നത്, സീരിയലായിട്ട് കണക്ട് ചെയ്യുന്നത് 7.2 വോൾട്ടേജിൻ്റെ. ടോപ്പിൽ കാണുന്നത് 3.7 വോൾട്ടിൻ്റെ. അതായത് കാറിനും റിസീവറിനും ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈയാണ് അപ്പുറത്തെ സൈഡിൽ കണക്ട് ചെയ്തേക്കുന്നത്. വളരെ വളരെ സേഫായിട്ടാണ് വെച്ചേക്കുന്നത്. ഒന്നും അനങ്ങാത്ത രീതിയിൽ വളരെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററി രണ്ടും തമ്മിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ബാറ്ററിയെ മറ്റേ ഇതിനകത്ത് പ്ലാറ്റ്ഫോമിൽ വെച്ചേക്കുന്നത് ഗ്ലൂ സ്റ്റിക്ക് ഇട്ടാണ്. നല്ല പ്രഷർ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാറിൻ്റെ റിമോട്ടിൽ ഞാൻ RF സ്വിച്ച് വെച്ചേക്കുന്നത് ഇതുപോലെയാണ്. അതായത് അതിന് എൻകോഡറും ബാറ്ററി എല്ലാം ബാക്കിലും, സ്വിച്ച് മാത്രം ഫ്രണ്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് കാറിനെയും കൺട്രോൾ ചെയ്യാം, റോക്കറ്റിനെയും കൺട്രോൾ ചെയ്യാം. വളരെ സിമ്പിളായിട്ടാണ് വെച്ചേക്കുന്നത്. എൻകോഡറും ബാറ്ററിയും വരുന്ന ഭാഗത്ത് നമ്മൾ എൻകോഡർ ഫിറ്റ് ചെയ്യുന്ന ഭാഗം, അത് ആ വളഞ്ഞ സ്ഥലത്തിൽ വെക്കണം. അപ്പം ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചപ്പോൾ അത് ഫിക്സ് ആയില്ല. കാരണം വെച്ചാൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ആ ഗം ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ വെച്ചാൽ 3 ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ എൻകോഡർ ഫിക്സ് ചെയ്തത്. അപ്പം നല്ല കറക്റ്റ് ഉറച്ചിരിക്കുന്നു, അനങ്ങൂല. ഇത് ഒരു തവണ എൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീഴുകയും ചെയ്തു. എന്നിട്ടും കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ഊരി തെറിച്ച് പോയി, പക്ഷേ വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇത് ഇളവിയതൊന്നുമില്ല ഡബിൾ സൈഡ് ടേപ്പ്. അപ്പം നല്ല സ്ട്രെങ്തിലാണ് ഒട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സാധനത്തിൻ്റെ ഒരു റണ്ണിങ് ടെസ്റ്റ് നടത്താമേ. ഒരല്പം പാടുപെട്ടാണ് ഇത് ഓടുന്നത്. കാരണം എന്ന് വെച്ചാൽ 4 ബാറ്ററി വന്നപ്പോൾ വെയിറ്റ് അങ്ങ് കൂടി, അതാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കാർ വാങ്ങിച്ചോണം. ഇത്തിരി വില കൂടിയതും നല്ല പവർഫുള്ളായിട്ട് വലിക്കുന്നതായിട്ടുള്ള ഒരു കാർ വാങ്ങിച്ച് അതിനകത്ത് ഫിറ്റ് ചെയ്യണേ. ഇതൊരു വില കുറഞ്ഞ കാറാണ്, 350 രൂപയേ ഉള്ളൂ. വേറൊരു കാറുണ്ടായിരുന്നു 890 രൂപയുടെ. അതാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും വർക്ക് ചെയ്യണില്ല, ബാക്കി ഫ്രണ്ട് ബാക്ക് മാത്രം വർക്ക് ചെയ്യും. അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ലത് വാങ്ങിക്കണേ.
റോക്കറ്റിൻ്റെ ഫിലമെൻ്റ് കണ്ട ഇഗ്നിഷൻ കോയിലിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അത് ആ ചെറിയ ഹോൾ വഴിയാണ് ആ ഫിലമെൻറ്റിനെ നമ്മൾ ഇഗ്നിഷൻ കോയിലോട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. ടച്ച് ചെയ്ത് തന്നെ നിൽക്കണമെന്നില്ല, ഒരു മില്ലിമീറ്റർ ഇത്തിരി പൊങ്ങി നിന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ ഈ ഫിലമെൻറ്റ് നല്ല ചുട്ട് പഴുത്തായിരിക്കുന്നത്. ഓണാവുമ്പോൾ ഇല്ലേ, അത് മതിയാവും ഫയറാവാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫയറിംഗ് ടെസ്റ്റാണ്. അതിന് വേണ്ടി മൊബൈൽ യൂണിറ്റിനെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. റോക്കറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സർഫസ് കാണുമ്പോൾ അറിയാം, എല്ലാം ക്ലീനാണ്. ഒരു സ്മോക്കോ കറുത്ത കരിയോ പുകയോ ഒന്നുമില്ല. കാരണം ഇതുവരെ ഒരു ടെസ്റ്റിംഗ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് റോക്കറ്റ് വെച്ച് അതിൻ്റെ ഫിലമെൻറ്റ് കണ്ടോ, കൃത്യമായിട്ട് ആ ദൂരത്തിൽ കൂടെ അകത്തോട്ട് ഇറക്കിയിട്ടുണ്ട് 4 പ്ലസ് പോലത്തെ സെപ്പറേഷൻ കൊടുത്തേക്കുന്ന എന്തിനാണെന്ന് അറിയാമല്ലോ. ഒരു റോക്കറ്റ് ഫയർ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫയറിങ് ഇതുകൊണ്ട് ബാക്കി റോക്കറ്റിൻ്റെ ഫിലമെൻറ്റും കത്തും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അത് സെപ്പറേഷൻ വെച്ചേക്കുന്നത്. പിന്നെ ആ ഫിലമെൻറ്റ് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇഗ്നിഷൻ കോയിൽ തട്ടി നിൽക്കുന്നത്. കണ്ടാ, കംപ്ലീറ്റ് തട്ടിയിട്ടൊന്നുമില്ല. ആകെ ഒരു 1/2 മില്ലിമീറ്റർ മുകളിലാണ് അത് നിൽക്കുന്നത്. കംപ്ലീറ്റ് ടച്ച് ചെയ്തല്ല നിൽക്കുന്നത്. നമുക്കത് മതി. ഓക്കെ, റോക്കറ്റ് ഓൺ ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, റോക്കറ്റ് ഓൺ ചെയ്തു. ഫിലമെൻ്റ് കത്തിയിട്ടുണ്ട്, പക്ഷേ റോക്കറ്റ് പൊങ്ങിയില്ല. എന്തെങ്കിലും തണുത്തതായിരിക്കും കാരണം, എന്താണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം, അടുത്തത് നോക്കാം. ഇതിനകത്ത് ഒരെണ്ണം ബ്രഹ്മോസ് പോകുന്ന പോലെ ഇല്ലേ? സ്ലോ മോഷന് കാണിച്ചു തരാമേ, ശ്രദ്ധിച്ചോണേ. ഒരു റോക്കറ്റ് ഫെയിലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റോക്കറ്റ് പൊങ്ങിയിട്ടില്ല. അതിന് കാരണം അതിൻ്റെ തിരി കംപ്ലീറ്റ് പ്രശ്നമാവാനാണ് വഴി. അല്ലാത്തത് കണ്ടല്ലോ, അതിൻ്റെ മോൾഭാഗം എത്രമാത്രം കത്തിയിരിക്കുന്നുണ്ട്. ഇത്രയാണ് കത്തിയത്. ഇതാണ് അടുത്തത്, ഇതടുത്തത്. 3 പോയിട്ടുണ്ട്. ഈ ഒരു സാധനം മാത്രം ഇത്തിരി ഫെയിൽഡായിപ്പോയി. ഫെയിൽഡായതല്ല, ഇത് തണുത്തു പോയി, മഞ്ഞുകാലമല്ലേ. ഈ തിരി മൊത്തത്തിൽ ഞാനത് വെച്ച എൻ്റെ തിരി മൊത്തത്തിൽ നനഞ്ഞു പോയിട്ടുണ്ട്. നനഞ്ഞതല്ല, തണുത്തു പോയി. അപ്പോൾ അതിനെ കളഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഫിറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഫിലമെൻറ്റ് ഞാൻ കാണിച്ചു തരാം എന്താണ് കണ്ടീഷൻ എന്ന്. ഫിലമെൻറ്റ് പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. അല്ല, ഫിലമെൻറ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ റോക്കറ്റിൻ്റെ ഒരു അംശം പോലും ഫിലമെൻറ്റിലൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത റോക്കറ്റ് വിടാം. അടുത്തത് നാലാമത്തെ എടുക്കാം. പറഞ്ഞോളാം, പറഞ്ഞോളൂ. അതിൻ്റെ കണ്ടിന്യൂറ്റി ആണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. വേറെ ഇരുപത്തിനാല് റോക്കറ്റ് ഫയർ ചെയ്തതിന് ശേഷമുള്ള മിസൈൽ ട്യൂബിൻ്റെ അവസ്ഥയാണിത്. നമ്മൾ ആ പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യണത് പേപ്പറാണെങ്കിൽ അത് കത്തിയിട്ടൊന്നുമില്ല. കാരണം സൂപ്പർ ഗ്ലൂ നമ്മൾ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അത് കാരണം അത് കത്തിയിട്ടൊന്നുമില്ല. പറയത്തക്ക ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ കരിയാവും. പിന്നെ ഇനിയും ഒരു 2 ബോക്സും, അതായത് 10 20 25 റോക്കറ്റ് ഇനിയും ഇരിപ്പുണ്ട് ഫയർ ചെയ്യാൻ. അതും കൂടെ നമുക്ക് ഞാനിതിനകത്ത് തന്നെ യൂസ് ചെയ്യും.
ഇനി നമുക്ക് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിലിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ ഒരു മിസൈൽ ട്യൂബിലുള്ള ഇഗ്നിഷൻ കോയിലിൽ ചെറിയൊരു കരി പിടിച്ചിട്ടുണ്ട്. അത് മിക്കവാറും റോക്കറ്റിൻ്റെ ഫിലമെൻറ്റ് ടച്ച് ചെയ്തുണ്ടായതായിരിക്കും. കാരണം ഇപ്പുറത്തെ വശത്തുള്ള ഫിലമെൻറ്റിന് ഒരു പ്രശ്നവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം നമ്മളുടെ ഡിസൈൻ വളരെ പെർഫെക്റ്റ് ആണ്. ഒരു കുഴപ്പവും ഇല്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്ഥലം ഇതാണ്. നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു ടെറസിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പുറത്തൊക്കെ നമുക്ക് കാണാം കുറേ സ്റ്റാറുകളൊക്കെ നിൽക്കുന്നതായിട്ട്. പിന്നെ ഇവരൊക്കെയാണ് റോക്കറ്റ് ലോഞ്ചിങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ്. ഇത് അനൂപ്, ഇത് മനു, ഇത് അനൂപിൻ്റെ കുട്ടി. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് റോക്കറ്റ് ലോഞ്ച് ചെയ്യണത്. ഇനി കുറച്ച് ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് കാണാം. കാരണം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു റോക്കറ്റ് ഫയർ ആയില്ലായിരുന്നു. കാരണം വെച്ചാൽ അതിൻ്റെ ഫിലമെൻറ്റ് നമ്മുടെ ഇഗ്നിഷൻ കോയിലിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അതിനെ എടുത്ത് നോക്കിയിട്ട് ആ ഫിലമെൻറ്റിനെ കറക്റ്റ് ഇത്തി കൂടെ നീട്ടി വെച്ചിട്ടാണ് ആ ഫിലമെൻറ്റിൽ ടച്ച് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. കാരണം അത് നമ്മുടെ ഇതിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ഡിസൈനിൻ്റെ ഒന്നും പ്രശ്നമല്ല. ആ റോക്കറ്റിൻ്റെ ഫിലമെൻറ്റിൻ്റെ ലെങ്ത് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മുകളിലത്തെ ആ പ്ലാറ്റ്ഫോം ഇല്ലേ, പേപ്പർ വെച്ചുള്ള, അതിനകത്ത് ടച്ച് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചത് താഴോട്ട് ഇറങ്ങിക്കാണുന്നു, പക്ഷേ താഴോട്ട് ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ലെങ്ത് കൂട്ടി അതിനകത്ത് വെച്ച് ഫിക്സ് ചെയ്തപ്പം വർക്ക് ചെയ്തു. ഇത് മനു എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ് ഇതിപ്പം ലെങ്ത് കൂട്ടിക്കൊണ്ടിരിക്കണത്. അനൂപ് അവിടെ റെക്കോർഡിങ് ഇതിൽ തന്നെ ഇരിക്കുകയാണ്. ഈ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഇപ്പം റെക്കോർഡ് ചെയ്യണില്ല, അത് ഈ ലോഞ്ചറിൻ്റെ അടുത്ത് നമ്മളൊരു ക്യാമറ വെച്ചിട്ടുണ്ട്, അതുവഴിയുള്ള റെക്കോർഡിംഗ് ആണ്. അല്ലാതെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള റെക്കോർഡിംഗ് അനൂപാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബോക്സിൽ 10 റോക്കറ്റാണല്ലോ, അതിനകത്ത് 4 വെച്ച് 2 സെറ്റ് വിട്ടു. അതിൽ ഒരെണ്ണം ഫെയിലായി. അത് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫെയിലായത്. പിന്നെ ബാക്കി വരുന്ന 2 ഈ ഫിക്സ് ചെയ്യുന്നത്. കറക്റ്റ് തൊട്ടോ നോക്ക്. ഇത് ഇതോ ഇപ്പുറത്ത് തൊട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് വേറൊരു ആംഗിളിൽ നിന്നൊന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സക്സസ് ആവോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് നോക്കാം. മാത്രമല്ല അടുത്തിരിക്കുന്ന ക്യാമറയും അതിനനുസരിച്ച് പൊസിഷൻ മാറ്റണം. നമ്മളതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ക്യാമറ അങ്ങ് അടുത്തോട്ട് വയ്ക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഫയർ വന്ന് അതിൻ്റെ മുകളിൽ വീഴുന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം മാറ്റിയാണ് നമ്മളിതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. ഒരു ആക്ഷൻ ക്യാമറയുടെ കുറവ് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഇക്കൻ്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അതിപ്പം എവിടെയാണെന്ന് അറിഞ്ഞൂടാ. തപ്പി എടുത്തിട്ടൊന്നും കാണാനില്ല, എവിടെയോ പോയി അത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കണേ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.